പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ നിങ്ങളെ തേടി വരുമെന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഈ അക്ഷരങ്ങൾ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ഈ വ്യക്തി ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും എന്നതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോ പറയുന്നത്. അവരുടെ മനസ്സിൽ പല തെറ്റായ ചിന്താഗതികളും ഉണ്ടായി. ചിലരൊക്കെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവരുടെ മനസ്സിനെ സ്വാധീനിച്ച് മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില തിരിച്ചടികൾ ഉണ്ടായി. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളെ പിഴുതെറിയുന്നതിന് ചില ആളുകൾ ശ്രമിച്ചു. അവരുടെ നിരന്തരമായ ശ്രമങ്ങളും തെറ്റിദ്ധരിപ്പിക്കലിനും ആ വ്യക്തി ഇരയായെന്ന് തന്നെ പറയാം. അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപാട് നിങ്ങൾ ശ്രമിച്ചു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ. പക്ഷേ നിങ്ങളെ തന്നെ ഒരു വലിയ ട്രാപ്പിൽ ശത്രുക്കൾ പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ശക്തമായി തന്നെ അവർ വിജയിച്ചു. അവർ വിജയിച്ചപ്പോൾ നിങ്ങൾക്ക് ആ കാര്യത്തിലൊരു പരാജയം തന്നെ ഏൽക്കേണ്ടി വന്നു. ആ പരാജയം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടാമെന്ന് പോലും നിങ്ങൾക്ക് ഒരു ചിന്തയില്ലാത്ത അവസ്ഥ ഉണ്ടായി. പക്ഷേ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ സ്നേഹിച്ചിരുന്നു, നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നു. മനസ്സിൽ ആ വ്യക്തി ഒരുപാട് നിങ്ങളെ കരുതിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കലൊക്കെ ഒരുപാട് ശ്രമങ്ങളുടെ ഭാഗമായിട്ടുണ്ടായതാണ്. പക്ഷെ ആ തെറ്റിദ്ധരിപ്പിക്കലിൻ്റെ അപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആ വ്യക്തി ഒരിക്കൽ നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും, എല്ലാ ശ്രമങ്ങൾക്കും ഒരു പരിധിയുണ്ട്. ആ പരിധിയാണ് ഇപ്പോൾ കഴിയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ മനസ്സിൽ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരികയും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് വരെ അവരുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല. അവർക്ക് കുറ്റബോധമായിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ സ്വീകരിക്കുക തന്നെ ചെയ്യും. അടുത്തതായി ഈ പൈൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് നാം പറയുന്നത്. ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെ. നിങ്ങളുടെ തന്നെ ചില പ്രവൃത്തികൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ്. അതിനെ ആക്കം കൂട്ടാൻ ചിലർ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ അന്നും ഇന്നും എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ ചിലർ തന്ത്രപൂർവ്വം അടർത്തിയെടുത്ത് ആ വ്യക്തിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ച് നിങ്ങളോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്കത് മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ടായി. എൻ്റെ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു? എൻ്റെ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ മനസ്സിലാക്കാതെ പോകുന്നു? ആ ചിന്ത അവർക്കുണ്ടാകുകയും ആ ചിന്തയിൽ നിന്ന് അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാകുകയും ചെയ്തു. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം വലിയ തരത്തിൽ തീരാതെ ആയിരിക്കുകയാണ്. ആ വിഷമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവരിപ്പോഴും നീറിപ്പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ ആ വ്യക്തിക്കെതിരല്ല എന്നുള്ളത് ആ വ്യക്തി ഉടൻ മനസ്സിലാക്കുകയും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ എത്തുകയും ചെയ്യും. അല്ലാതെ ആ വ്യക്തിക്ക് വഴിയില്ല. അത് അവസാനമായിരിക്കുന്നു. കാരണം ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്. പറഞ്ഞവരും കേട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചവരും നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്ത ചില പ്രവൃത്തികളും അതൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ കഴിയില്ല.
ആ വ്യക്തി അത് തുറന്നു പറയുകയും ആ വ്യക്തിക്ക് അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ നിങ്ങളില്ലാതെ കഴിയില്ല. നിങ്ങളെ അത്രമാത്രം ആത്മാർത്ഥമായ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് നിങ്ങളിൽ നിന്ന് അകന്നതിന് ശേഷം. മറ്റു പലരും പറഞ്ഞതനുസരിച്ചും നിങ്ങളുടെ തന്നെ ചില പ്രവൃത്തികളും വാക്കുകളും മനസ്സിൽ ഫീൽ ചെയ്തപ്പോൾ ആ വ്യക്തി അകന്നു പോയത് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും പറയാൻ ആ വ്യക്തിക്ക് ശക്തിയില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളെന്ന് പറയുന്ന ശക്തി ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലുത് തന്നെയാണ്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ അല്പം പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ വ്യക്തി ഉടൻ തിരിച്ചു വരികയും ചെയ്യും. നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ തിരിച്ചു വരാനുള്ള ടെൻഡൻസി തുടങ്ങും. പിന്നീട് നിങ്ങളിൽ എത്തുന്നത് വരെ, നിങ്ങളോട് മാപ്പ് ചോദിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് വരെ ആ വ്യക്തിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.